ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ വേദ ഇങ്ങനെ ചായയായിട്ട് വിക്രമിന്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ചായയായിട്ട് ചെല്ലുമ്പോഴേക്കും വിക്രം റൂമിലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ വേദ ഇങ്ങനെ വെളിയിലേക്കൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. ഈ വിക്രം രാവിലെ എവിടെ പോയതാവും എന്നിങ്ങനെ നോക്കുമ്പോഴേക്കും ശ്രീജ രാവിലെ തുണിയലക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീജയുടെ അടുത്ത് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി വിക്രമിനെ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ കണ്ടില്ല, അവൻ വെളിയിലേക്ക് എവിടെയെങ്കിലും പോയതായിരിക്കും. എന്താ ഇപ്പൊ തന്നെ വിക്രമിനെ കാണണമെന്നുണ്ടോ എന്നിങ്ങനെ ശ്രീജ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അങ്ങനൊന്നും ഇല്ല ഏട്ടത്തി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ചായ കൊടുക്കാൻ വേണ്ടി വന്നതാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവനിങ്ങ് വന്നോളും എന്ന് പറഞ്ഞിട്ട് ശ്രീജ വേദിയെ കൂട്ടിക്കൊണ്ട് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് പോകുമ്പോഴേക്കും അവിടെ നന്ദിനി ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമലാമ്മയാണെങ്കിൽ ദോശയും ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേദ ഇങ്ങനെ തിരിച്ചൊരു മുഖം വല്ലാണ്ടായിരിക്കുന്ന കിച്ചണിലേക്ക് ചെല്ലുമ്പോഴേക്കും നന്ദിനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, ഇന്ന് തമ്പുരാട്ടിയുടെ മുഖം വീർത്തിരിക്കുകയാണല്ലോ, എന്താ എന്നും ചായ കൊടുക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും നീ തുള്ളിച്ചാടിയാണല്ലോ വരുന്നത്, ഇന്നെന്താ വിക്രം വഴക്കു പറഞ്ഞോ, അതോ നിനക്കിട്ട് നല്ല തല്ല് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞു നിന്ന് നന്ദിനിയെ നോക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ വിക്രം എന്നെ തല്ലിയൊന്നുമില്ല, പണ്ടത്തെ പോലെ എന്നോട് ദേഷ്യമില്ല, വിക്രമിനിപ്പോ എന്നോട് നല്ല സ്നേഹം, പിന്നെ വിക്രം എനിക്ക് വേണ്ടിയിട്ട് പൂവ് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടോ, പൂവോ നിനക്കോ, എന്തിനെ ചെവി വെക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിനക്ക് എന്തായാലും അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനത്തെ പൂവല്ല, മുല്ലപ്പൂവാ, എനിക്ക് മുല്ലപ്പൂ വേണമെന്ന് ഞാൻ വിക്രമിനോട് പറഞ്ഞപ്പോഴേക്കും ചായ പോലും കുടിച്ചില്ല. ഏട്ടത്തിക്ക് സംശയം ഉണ്ടെങ്കിൽ വിക്രമിന്റെ റൂമിൽ പോയി നോക്കുന്നിങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനി പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ബൈക്കിന്റെ വിക്രമിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വിക്രമിനെ അവിടെ കാണുന്നുമില്ല. മുറ്റത്തേക്ക് നോക്കുമ്പോഴേക്കും ബൈക്കും അവിടെ ഇല്ല കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീജ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. നന്ദിനി ഇത് കേട്ടിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ പറയുന്നതിന് എനിക്ക് വിശ്വാസമായി, ഞാൻ പോയി നോക്കട്ടെ. ഉടനെ തന്നെ ഇങ്ങനെ പോയി നോക്കിയിട്ട് വന്നിട്ട് ഇത് തന്നെയാണല്ലോ അവസ്ഥ, വിക്രമിനെയും കാണുന്നില്ല, ബൈക്കും കാണുന്നില്ല. അപ്പോഴേക്കും ഇങ്ങനെ നന്ദിനി ഇങ്ങനെ പരിഭ്രമപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ഈശ്വര, അവള് പറഞ്ഞതുപോലെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, അവൾക്കിട്ടൊരു പണി കൊടുക്കണം. എന്നാലും വിക്രമിന്റെ ഒരു മാറ്റമേ, ഇവൻ ഇത്രയ്ക്കും പെണ്ണാളിനായി പോയോ, അങ്ങനെ ഞാൻ അവളെ സുഖിച്ച് ജീവിക്കാൻ ഇവിടെ അനുവദിക്കില്ല. ഇതേം പറഞ്ഞിട്ട് നന്ദിനി നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശ്രീജ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, നന്ദിനിക്ക് ഇപ്പോൾ വിശ്വാസമായോ? അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെ നോക്കിയിട്ട് അവളെ ചായയൊന്നും അവിടെ കൊടുത്തതായിട്ട് കാണുന്നില്ല, പിന്നെ അവള് ചായക്കകത്ത് വല്ല വശീകരണ പൊടിയും കലത്തി കൊടുത്തിട്ടുണ്ടാവും, അല്ലാതെ വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാനൊരിക്കലും വിശ്വസിക്കുകയില്ല. ഇവളെ വിക്രമിനെ ഇഷ്ടമായി, അവളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഇത് കേട്ടിട്ട് വേദയും ശ്രീജയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് വേദയും ശ്രീജയും കൂടി പാത്രം കഴുകുന്നുണ്ട്. പെട്ടെന്ന് നന്ദിനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട് കേട്ടോ, ഇവളുടെ ചാട്ടം ഒന്ന് നിർത്തണം, ഇപ്പോഴേക്കും വിക്രമിന്റെ റൂമിലേക്കുള്ള ഇവളുടെ ഈ പോക്കില്ലേ അത് നിർത്തണം, അതിനിപ്പോ എന്താ ഒരു വഴി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണെ. അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ കമലാമ്മ ഹാളിലേക്ക് പോകുന്ന സമയത്ത് നന്ദിനി ദോശ ചുടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദോശ ചുടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന എണ്ണയാണെങ്കിൽ ആ ദോശ ചുടാൻ വെച്ചിരിക്കുന്ന എണ്ണ എടുത്തോണ്ട് പോയിട്ട് കഥകിന്റെ ഒരു സൈഡിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാ നമ്മുടെ ശ്രീജിയും വേദയും കൂടി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരിതൊന്നും കാണുന്നേ ഇല്ല. എന്നിട്ട് ആരും കാണാതെ തന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്ദിനി ഇങ്ങനെ തിരിഞ്ഞു വന്ന് വീണ്ടും ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വേദയോട് പറയുന്നുണ്ട്, വേദ ആ പുറത്തിരിക്കുന്ന പാത്രം ഒന്നിങ്ങനെ എടുത്തിട്ട് വരൂ. ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. വേദ ഇങ്ങനെ നടന്നു പോവാട്ടോ. നന്ദിനി വേദ ഇങ്ങനെ പോകുന്നത് നോക്കി ആ എണ്ണയിൽ തന്നെ ചവിട്ടി വീഴുന്ന കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രം ഇങ്ങനെ ആ എണ്ണയിൽ ചവിട്ടുന്നുണ്ട്. ഉടനെ വിക്രം ഇങ്ങനെ എണ്ണയിൽ ചവിട്ടി സ്ലിപ്പായി നേരെ നമ്മുടെ വേദയുടെ ദേഹത്തേക്കാണ് കേട്ടോ വന്ന് വീഴുന്നത്. അപ്പോഴേക്കും വേദയും വിക്രവും കൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നാൽ സ്ലിപ്പായി നിൽക്കുന്ന വിക്രമിനെ പെട്ടെന്ന് എഴുന്നേൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ
ആ സമയത്ത് വീണ്ടും സ്ലിപ്പായി വേദയുടെ ദേഹത്ത് വീഴുന്നുണ്ട്. ഈ വീഴ്ചയിൽ അറിയാതെ വേദയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നന്ദിനി. പതിയെ വിക്രം എഴുന്നേൽക്കുന്നുണ്ട്. വേദ അപ്പോ പറയുന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കേ. പെട്ടെന്ന് തന്നെ വിക്രം വേദയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അസൂയോടെ നോക്കി നിൽക്കുക നമ്മുടെ നന്ദിനി. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി നോക്കി നടക്കാൻ വയ്യേ? എവിടെ നോക്കിയാ നടക്കുന്നത്? അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഞാനോ? വിക്രമല്ലേ എന്റെ ദേഹത്തോട്ട് വന്ന് വീണത്. അവൻ അങ്ങോട്ട് ഞാന് അങ്ങോട്ടേക്ക് പാത്രം എടുക്കാൻ വേണ്ടി പോയതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അയ്യോ കാല് വേദനിച്ചിട്ട് വയ്യ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എന്റെ നടു പൊട്ടിയെന്നാ തോന്നുന്നത്. വിക്രമിന് കാലിന് മാത്രമല്ലേ വേദന, എന്റെ ദേഹം മൊത്തം വേദനയാ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ പറയാട്ടോ, നീ കൂടുതലൊന്നും പറയണ്ട, നീ എന്റെ ദേഹത്തേക്ക് വീഴ്ത്തിയത് എന്നെ തട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഞാൻ വീണത് എന്നിങ്ങനെ ഞാൻ വീണതല്ലേ വിക്രം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഇവിടെ എന്തോ എണ്ണ കിടപ്പുണ്ടല്ലോ, ഇത് എവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. എണ്ണയോ? അപ്പോ ഇതാരോ മനഃപൂർവ്വം ഒഴിച്ചു തടഞ്ഞിട്ട് ശ്രീജ ഇങ്ങനെ അവിടേക്ക് വന്ന് നോക്കുകയാണേ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, ഇവള് തന്നെയായിരിക്കും ഞാൻ വരുന്ന വഴിയിലെ എന്നെ ഒഴിച്ചിട്ട് എന്നെ കാലൊടിച്ച് ഇവിടെ കിടത്താനായിട്ടല്ലേടി നീ ചെയ്തതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ പതറി നിൽക്കുകയാണ് നന്ദിനി. അപ്പോഴേക്കും വേദ ഇങ്ങനെ നന്ദിനിയെ തിരിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നന്ദിനി ഒപ്പിച്ച പണിയാണെന്ന്. പെട്ടെന്ന് തന്നെ നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട്. വിക്രം അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ചായ വേണം. ശ്രീജ അപ്പോഴേക്കും പറയാണ്, ഞാൻ എടുത്തു തരാം വിക്രം. വിക്രം കസേരയിൽ പോയി ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം അവിടേക്ക് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ശ്രീജ ഇങ്ങനെ ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഇവിടെ എണ്ണ വരാൻ സാധ്യതയില്ലല്ലോ, ഇവിടെ ആരാ എണ്ണ ഒഴിച്ചെന്ന് ഏട്ടത്തിക്ക് അറിയോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രീജ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ എണ്ണ വീണെങ്കിൽ അതിന് കാരണം നന്ദിനി തന്നെയായിരിക്കും. ഒരുപക്ഷെ വേദയെ വീഴ്ത്താനായിട്ടായിരിക്കും എണ്ണ ഒഴിച്ചത്, അതില് നീ വന്നു വീണെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം, വേദയോട് ഭയങ്കര ദേഷ്യാണ് നന്ദിനിക്ക്. ഇനിയിപ്പോ നന്ദിനിയെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി, ഇത് ഞാന് തമാശയായിട്ടൊക്കെ കാണുന്നുള്ളൂ. നന്ദിനി ഏട്ടത്തിയുടെ സ്വഭാവം എനിക്കറിയാലോ. വേദയോട് ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, നീ തന്നെ വിക്രമിന് ചായ കൊടുക്ക്, അതാണല്ലോ നിനക്കും ഇഷ്ടം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ കസേരയിൽ തന്നെ ഇരുന്ന് കാല് തിരുമാട്ടോ. അയ്യോ കാലിന് നല്ല വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വിക്രം തിരുമുന്ന സമയത്ത് വേദ അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്താ കാലിന് വേദനയാണോ? ഞാൻ തിരുമ്മിത്തരാം. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച എണ്ണ ഇരിപ്പുണ്ട്, ഞാൻ എണ്ണ ഇട്ട് തരാന്ന് പറയുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് പോടി, നീ എനിക്കൊന്നും ചെയ്തു തരണ്ട, ഒന്ന് പോയി തരാമോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അതെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് തന്നെ ഇരുന്ന് തിരുമാൻ പാടല്ലേ, വേദനയല്ലേ ഇച്ചിരി കുറയട്ടെ എന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ തള്ളിയിടാൻ വേണ്ടി തന്നെ ചെയ്തതല്ലേടി, നീ എന്റെ കാല് വയ്യ എന്നിങ്ങനെ പറഞ്ഞ് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എന്താ വിക്രം ഈ പറയുന്നത്? വിക്രമല്ലേ എന്റെ ദേഹത്തേക്ക് വന്ന് വീണത്, എന്റെ ദേഹം മുഴുവൻ വേദനയാ, വിക്രം ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദയാണെങ്കിൽ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതേ സമയം വിക്രം ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുന്നുണ്ട്, അയ്യോ പാവം, ശരിയാണ്, ഞാനാണ് അവളുടെ ദേഹത്തേക്ക് വന്ന് വീണത്, അവൾക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സ്വയം ചിന്തിക്കുകയാണേ. അപ്പോഴേക്കും വേദ കിച്ചണിൽ പോയിട്ട് ചൂടവും ഒരു തുണിയൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്താടി ഇനി തിളച്ച വെള്ളം കൂടി എന്റെ കാലിൽ ഒഴിക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോഴേക്കും അല്ല, ഇത് വിക്രമിന്റെ കാല് ഇപ്പൊ നീര് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചു തരാം, നല്ല ആശ്വാസം കിട്ടുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്തു തരണ്ട, ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണേ.
വേദ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആവി ഇങ്ങനെ വിക്രമിനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ തറയിലിരുന്ന ആവി പിടിക്കുന്ന വേദ ഇങ്ങനെ സ്നേഹപൂർവ്വം നോക്കുകയാണ് കേട്ടോ. വേദ നോക്കുന്ന സമയത്തിന് വലിയ ഗൗരവം കാണിച്ചിരിക്കുന്നുണ്ട് വിക്രമെ. ഇതേ സമയം വേദ ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വിക്രം. എന്നാ വേദയുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് വലിയ ഗൗരവം കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, വിക്രം വീണത് മാത്രമല്ല വേറൊരു കാര്യം കൂടി സംഭവിച്ചായിരുന്നു വീണ സമയത്ത്, വിക്രമിന് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ, നീ എന്നെ തള്ളിയിട്ടതല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ലെന്നിങ്ങനെ വിക്രം ദേഷ്യത്തോടു കൂടി പറയാണ് കേട്ടോ. അപ്പോഴേക്ക് വിക്രം പറയുന്നുണ്ട്, വീണ സമയത്തെ എന്റെ കവളിലൊരു ഉമ്മയും കൂടി തന്നായിരുന്നു വിക്രം എന്നിങ്ങനെ പറയാണ്. എടി അനാവശ്യം പറയില്ല കേട്ടോ, അതൊരു ഈ ജീവിതത്തില് ഉണ്ടാവില്ല, ഈ ജന്മത്തില് അങ്ങനെ ഒരു സ്വപ്നവും നീ കാണണ്ടെന്നിങ്ങനെ വിക്രം പറയുമ്പോഴേക്കും, അല്ല വിക്രം വീണ സമയത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ വേദ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് വേദ ഇങ്ങനെ വെള്ളം എടുത്തോണ്ട് കൂടി പോകുന്ന സമയത്ത് വിക്രം ഇങ്ങനെ വേദയെ നോക്കിയിട്ട് ആ വീണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.